ഞാൻ ഡോക്ടർ അൻസു ആനന്ദ്, സീനിയർ ഓർത്തോപെഡിക് കൺസൾട്ടൻറ്റ്, റോയൽ ഹോസ്പിറ്റൽ ചാത്തന്നൂർ. ഇന്ന് ഒക്ടോബർ 12 ലോക ആർത്രൈറ്റിസ് ദിനം. ആർത്രൈറ്റിസ് കാരണം കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് രോഗികൾ നമ്മളുടെ ഇടയിലുണ്ട്. ആർത്രൈറ്റിസ് അഥവാ വാതരോഗങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് കുറേ അസുഖങ്ങളാണ് അതിനകത്ത് വരുന്നത്. പ്രധാനമായും വരുന്ന ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ തേയ്മാനം. പ്രായമാകുമ്പോൾ സ്ത്രീകളിലും വൃദ്ധന്മാരിലും കാണുന്ന മുട്ടിനും അതുപോലെ ഉള്ള വെയ്റ്റ് ബെയറിങ് ജോയിൻറ്റ്സ്, അതായത് നമ്മൾ ഭാരം താങ്ങുന്ന ജോയിൻറ്റ്സുകളിലായ മുട്ടുകളിലും ഇടുപ്പുകളിലും കാണുന്ന ആർത്രൈറ്റിസിനെയാണ് തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അഥവാ തേയ്മാനം പ്രധാനമായും നമ്മുടെ ഭാരം താങ്ങുന്ന ജോയിൻറ്റ്സുകളായ മുട്ടുകളും ഇടുപ്പുകളെയാണ് പ്രധാനമായി ബാധിക്കുന്നത്. പ്രായാധിക്യം കൊണ്ട് വരുന്നതാണോ, സാധാരണ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പരിക്കുകൾ, നേരത്തെ പറ്റിയിട്ടുള്ള പരിക്കുകളുടെ ഭാഗമായിട്ടോ മുട്ടുകൾക്കും ഇടുപ്പുകൾക്കും തേയ്മാനം വന്നിട്ട് വേദനയും നടക്കാനാവാത്ത അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അതാണ് പ്രധാനമായും ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കാരണങ്ങളും. നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞാൽ ഇതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. ഏത് സ്റ്റേജിലും ചികിത്സിക്കാൻ പറ്റുകയും രോഗി അവരുടെ ദൈനംദിന ജോലികൾ ചെയ്യാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സാ രീതികൾ നിലവിലുണ്ട്. മറ്റൊരു സാധാരണ കാണുന്ന മറ്റൊരു ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദം എന്ന് പൊതുവെ നാമവാദം എന്ന് പറയുന്ന റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ്. വളരെ സാധാരണമായിട്ട് തന്നെ അസാധാരണമല്ലാത്ത രീതിയിൽ രോഗികൾ കാണും. നേരത്തെ അത് പലപ്പോഴും കണ്ടുപിടിക്കപ്പെടാതെ പോവുകയും എന്നാൽ നേരത്തെ തന്നെ ചികിത്സിച്ചാൽ, മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ആമവാദം അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ പ്രധാനമായും ചെറിയ ജോയിൻറ്റ്സിനെയാണ് ബാധിക്കുന്നതെങ്കിലും മുട്ടുകളും ഇടുപ്പുകളും ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ ചലനശേഷി നഷ്ടപ്പെടുകയും ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ പറഞ്ഞതുപോലെ തേയ്മാനം കൊണ്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കാളും വളരെ നേരത്തെ തന്നെ ആ ബുദ്ധിമുട്ടുകൾ രോഗികളെ ബാധിക്കുകയും ഓപ്പറേഷൻ പോലുള്ള ചികിത്സാ രീതികൾ വേണ്ടി വരികയും ചെയ്യും. വേൾഡ് ആർത്രൈറ്റിസ് 2025 തീം എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് രോഗികൾക്ക് അവരുടെ രോഗത്തെക്കുറിച്ച്, അതിൻ്റെ തീക്ഷ്ണതയെക്കുറിച്ചും അതിൻ്റെ തീവ്രതയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളും അതിനെ മറികടന്ന് മുന്നേറാനുള്ള ഒരു സഹായം നൽകുന്ന രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളാണ് ഈ വർഷത്തെ ആർത്രൈറ്റിസിൻ്റെ തീം എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മുടെ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സന്ധ്യകൾക്ക് വരുന്ന വേദനയും വീക്കവും ചലനക്കുറവും വഴക്കക്കുറവും നടക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ചെറിയ ജോയിൻറ്റ്സും കൈകളുടെ ചെറിയ ജോയിൻറ്റ്സിനെയാണ് അത് ബാധിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റിഫ്നെസ്, ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്, അതാണ് ഏറ്റവും പ്രധാനമായ രോഗിക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത്. എഴുന്നേറ്റ് വരാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിരലുകളൊക്കെ നിവർന്ന് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതെല്ലാം ഇതിൻ്റെ ഒരു ഏർലി ആയിട്ടുള്ള ഒരു സിംറ്റംസാണ്. അത് മനസ്സിലാക്കി തന്നെ നേരത്തെ ചികിത്സ അതിൻ്റെ ഡയഗ്നോസിസിൽ എത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫലപ്രദമായി അതിനെ നിയന്ത്രിക്കാം. അത് കുറച്ച് പുരോഗമിക്കുമ്പോൾ മറ്റ് വലിയ ജോയിൻസുകളായ മുട്ടിനെയും ഇടുപ്പിനെയൊക്കെ ബാധിക്കുമ്പോൾ രോഗിക്ക് ചലനശേഷിയെ തന്നെ ബാധിക്കും. പ്രധാനമായും പടികൾ കയറാനും അതിലുപരി ഇറങ്ങാനുമുള്ള ബുദ്ധിമുട്ടാണ് പൊതുവെ ആദ്യമായി രോഗി ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ സാധാരണ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ അത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടും നിലത്ത് കുത്തിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒക്കെയാണ് ആർത്രൈറ്റിസ്. അതിപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്നുണ്ടെങ്കിലും പ്രധാനമായും രോഗികൾക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാനും ചികിത്സ തേടേണ്ടതായിട്ടുള്ള രോഗലക്ഷണങ്ങൾ അതാണ്. മറ്റൊരു ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഗൗട്ടി ആർത്രൈറ്റിസ് ആണ്. യൂറിക് ആസിഡ് കൂടുമ്പോഴുള്ള ഹൈപ്പർയൂറീസിയമ കാരണം ഉണ്ടാകുന്ന വളരെ സാധാരണമാണ്. യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥ ഭക്ഷണ രീതി കൊണ്ടും നമ്മുടെ ശീലങ്ങൾ കൊണ്ടും വരുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരെണ്ണമാണ് ഗൗട്ടി ആർത്രൈറ്റിസ്. കാലുകളുടെ വിരലുകൾക്കാണ് അതിനെ പ്രധാനമായി ബാധിക്കുന്നതും മറ്റ് ഭാഗങ്ങളിൽ വരാമെങ്കിലും കാലിൻ്റെ വിരലുകളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അത് കാരണം അതിശക്തമായ വേദനയും
സന്ധികൾക്ക് പെരുവിരലിന് വീക്കവും നടക്കാനുള്ള ബുദ്ധിമുട്ടും സാധാരണ നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾ തന്നെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും. അതിനെ നമുക്ക് യൂറിക് ആസിഡിൻ്റെ മെഡിസിൻ കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യുന്ന വഴി അത് ആർത്രൈറ്റിസ് ആവുന്ന സ്റ്റേജിൽ തന്നെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. ആർത്രൈറ്റിസ് പുരോഗമിക്കുന്ന സ്റ്റേജിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സ എടുക്കുകയും ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളും മറ്റ് ശീലങ്ങളും ഒക്കെ നിയന്ത്രിച്ചാൽ ഫലപ്രദമായി നേരിടാൻ പറ്റുന്ന ഒരു സാധാരണ കാണുന്ന ഒരു ആർത്രൈറ്റിസ് ആണ് ഗൗട്ടി ആർത്രൈറ്റിസ്. മറ്റ് സാധാരണമായ ചില ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് ഉണ്ട്. അതും പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ വഴിയും രോഗിയുടെ ലക്ഷണങ്ങൾ വഴിയും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതിനെല്ലാം നമുക്ക് ഫലപ്രദമായ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. ഓപ്പറേഷൻ പോലുള്ള ചികിത്സകൾ പലപ്പോഴും ഒഴിവാക്കാൻ പറ്റും. ഓട്ടോഇമ്യൂൺ ഡിസീസ്, സ്പോണ്ടൈൽ ആർത്രൈറ്റിസും മറ്റ് അത് നമ്മുടെ നട്ടലിനെയും കൂടെ ഒക്കെ ബാധിക്കുന്ന ആർത്രൈറ്റിസ് എല്ലാം ആ ഗ്രൂപ്പുകളിൽ വരുന്നത്. പ്രധാനമായും നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഗൗട്ടി ആർത്രൈറ്റിസും ആണ് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി കാണുന്നത്. ഏതുതരം ആർത്രൈറ്റിസ് വരുന്ന രോഗികളാണെന്നുണ്ടെങ്കിലും നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയാണ് ഏറ്റവും ഫലപ്രദമാകുന്നത്. ഈ രോഗലക്ഷണങ്ങൾ രോഗിക്ക് തന്നെ മനസ്സിലാകുന്ന, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള രോഗലക്ഷണങ്ങളുള്ളവർ എത്രയും നേരത്തെ തന്നെ വൈദ്യസഹായം നേടുകയും അതിനനുസരിച്ചുള്ള ചികിത്സ നേടുകയും തുടർ ചികിത്സകൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലപ്രദമായ പല ആർത്രൈറ്റിസിനെയും നമുക്ക് പിന്നെ പരിധിയിലാക്കാൻ പറ്റും. അതിൻ്റെ രൂക്ഷത കൂടുകയോ അല്ലെങ്കിൽ അതിൻ്റെ കാലതാമസം കൊണ്ടാണ് പലപ്പോഴും ഓപ്പറേഷൻ പോലുള്ള ആവശ്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ ഓപ്പറേഷൻ പോലുള്ള ആവശ്യങ്ങൾ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നേടാൻ പറ്റും. ആർത്രൈറ്റിസ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്, ചികിത്സിക്കാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം അതിന് തുടർ ചികിത്സയോ ആവശ്യമുള്ളതാണ്. ഓപ്പറേഷൻ പോലുള്ള തുടർ ചികിത്സ ആവശ്യമുള്ളതാണ്. അത് തന്നെയാണ് ഈ വേൾഡ് ആർത്രൈറ്റിസ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്ന രോഗികളെ അവരുടെ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാനും ട്രീറ്റ്മെൻറ്റും മറ്റ് രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വേൾഡ് ആർത്രൈറ്റിസ് ഡേ പോലുള്ള ദിവസങ്ങൾ ആചരിക്കുന്നത്.